കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് 2023 ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് ബിയിൽ 13ാമതായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദി നെറ്റ് പ്രോഫിറ്റ് ഓഫ് വൈ ലിമിറ്റഡ് an Indian company as per its profit and loss account prepared as per the Income Tax Act 1961 is rupees 90 lakh after adjusting the following: provision for income tax 5 lakh, provision for deferred tax 3 lakh, proposed dividend 7,50,000, depreciation including depreciation on revaluation of asset rupees 20 lakh debited to profit and loss account 60 lakh, profit from industrial unit in cess area 80,000, provision for permanent diminution in the value of investment rupees 70,000, computer tax liability under section 115 JB for the assessment year 2022-23. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലാബിലിറ്റി. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലാബിലിറ്റി ഏത് പ്രകാരം കാണേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ടാക്സ് ലാബിലിറ്റി കാണേണ്ടത് 1115 JB പ്രകാരം. 1115 JB എന്ന് പറയുന്നത് ബുക്ക് പ്രോഫിറ്റിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? ആദ്യം നെറ്റ് പ്രോഫിറ്റിനെ കാണിക്കണം. നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്? 90 lakh ആണ് നെറ്റ് പ്രോഫിറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഡിസലോഡ് ഐറ്റംസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഡിസലോഡ് എക്സ്പെൻസുകളാണ് ആഡ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഏതൊക്കെയാണ്? പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് തന്നിരിക്കുന്നത് എത്രയാണ്? പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് 5 lakh ആണ് തന്നത്. ഓക്കെ, അതേപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡെഫേർഡ് ടാക്സ്. പ്രൊവിഷൻ ഫോർ ഡെഫേർഡ് ടാക്സ് തന്നത് 3 lakh ആണ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് തന്നത് എത്രയാണ്? 7,50,000 ആണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് തന്നത്. അതേപോലെ ഡിപ്രിസിയേഷൻ പറയുന്നുണ്ട്. ഡിപ്രിസിയേഷനിൽ പറയുന്നത് എന്താണ്? ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡിങ് ഡിപ്രിസിയേഷൻ ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ് rupees 20 lakh ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ റീവാലുവേഷൻ്റെ നമുക്കിവിടെ ബിസിനസ്സിൽ എന്തല്ല, അലോഡ് അല്ല. അതായത് എത്ര വരും? 20 lakh വരും. ഇനി അതേപോലെ പ്രൊവിഷൻ മറ്റൊന്നു കൂടെ പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ പെർമനൻറ്റ് ഡിമിനിഷിങ് ഇൻ ദി ഇൻവെസ്റ്റ്മെൻ്റ് എന്നും പറഞ്ഞിട്ട് ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രൊവിഷനെയും മൈനസ് ചെയ്യണം. എത്രയാണ്? 70,000 ആണ് പറഞ്ഞത്. ഓക്കെ, ആ ഒരു പ്രൊവിഷൻ കൂടെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 5 lakh, 3 lakh, 7,50,000, 20 lakh, 70,000 ഇതിനെ നമ്മൾ ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് എഴുതുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 36,20,000 crore 26,20,000 എന്ന് ടോട്ടലിൻ്റെ എമൗണ്ട് കിട്ടും. ഓക്കെ, ഇനി ഈ ഒരു ഐറ്റത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ ഫോർ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് യൂസ്ഡ് ഇൻ സെസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ മൈനസ് ചെയ്യണം. ആ ഒരു പ്രൊവിഷൻ മൈനസ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ അത് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അതിനെ മൈനസ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ സെസ് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അതിനെ മൈനസ് ചെയ്യണം. എത്രയാണ് വരുന്നത്? 80,000 ആണ് വരുന്നത്. ആ ഒരു പ്രൊവിഷനെ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 crore 25,40,000 എന്ന് എമൗണ്ട് കിട്ടും. ഈ കിട്ടുന്നത് എന്താണ്? ബുക്ക് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബുക്ക് പ്രോഫിറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 1115 JB പ്രകാരം ബുക്ക് പ്രോഫിറ്റിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ കാണാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ബുക്ക് പ്രോഫിറ്റിൻ്റെ മുകളിൽ നമ്മൾ 15% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് മിനിമം അൾട്ടർനേറ്റീവ് ടാക്സ് എന്ന് പറയുന്ന 15% ടാക്സ് കാൽക്കുലേഷൻ നടത്തുന്നു. അതായത് 1 crore 25,40,000 15%
നമ്മൾ കണ്ടത് 18,81,000 എമൗണ്ട് കിട്ടും. ഇനി ഇതിന്റെ കൂടെ എന്തിനെ ആഡ് ചെയ്യണം? നമ്മൾ എഡ്യൂക്കേഷൻ സെസ്സിനെ ആഡ് ചെയ്യണം. എഡ്യൂക്കേഷൻ സെസ് 4% എത്ര വരും കണ്ടു കഴിഞ്ഞാൽ 75,240 എന്ന് കിട്ടും. അതിനെ ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് ടാക്സ് ലാബിലിറ്റി എമൗണ്ട് കിട്ടും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 19,56,240 എന്ന് ഇവിടെ ടാക്സ് ലാബിലിറ്റിയുടെ എമൗണ്ട് കിട്ടും. ഇതിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.